ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നെയ്യപ്പമാണ്. അതിനായിട്ട് കുറച്ച് അരിപ്പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ശകല റവ ഇട്ട് കൊടുക്കാം. നമുക്ക് മൈദയും ചേർക്കാൻ നല്ലതാട്ടോ. അതിന് ഞാൻ ശകലം ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഏലക്കായും ജീരകവും പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ശർക്കര ഒഴിക്കുന്നുണ്ട് ഇതിനകത്തേക്ക്. ചൂടാറിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. ശകലം വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് നല്ലതുപോലെ മാവ് കുഴച്ചെടുക്കുക കേട്ടോ. നല്ലതുപോലെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഈ പരുവത്തിൽ വേണം നമ്മൾ നെയ്യപ്പത്തിന് മാവ് കുഴയ്ക്കാനായിട്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ശകലം തേങ്ങ വറുത്തിടണം കേട്ടോ. അതിനായിട്ട് ശകലം തേങ്ങ എടുത്ത് കൊത്തി വെച്ചിട്ടുണ്ട്. അതിന് ചട്ടി അടുപ്പ് വെച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ തേങ്ങയൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. നല്ലതുപോലെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് നെയ്യപ്പം ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇനി അതിനകത്തേക്ക് ശകലം കരിഞ്ചീരകം കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. എള്ളില്ല, അപ്പോൾ അതിന് പകരം കരിഞ്ചീരകവും നമ്മളെ ശരീരത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ കരിഞ്ചീരകം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചൂടാറിയിട്ടാണ് ഞാനിതിനകത്തേക്ക് കോരി ഒഴിക്കുന്നത്. ഇതിനകത്തേക്ക് ഈ മാവിനകത്തേക്ക് കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടാറിയിട്ടേ ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്കിതൊക്കെ ഇതിനകത്തേക്ക് കോരി ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കതൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ ചുട്ടെടുക്കാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ ഇത് വീഡിയോയിൽ കാണിക്കുമ്പോൾ അങ്ങനെ കാണിക്കുന്നു എന്നുള്ളൂ. നമ്മൾ ആ ചട്ടി വറുത്ത ചട്ടിക്കകത്ത് നെയ്യ് ഒഴിച്ച ചട്ടിക്കകത്ത് തന്നെയാണ് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നതാണ്. അതിൽ നെയ്യിൻ്റെ അംശം കാണുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കോരി ഒഴിച്ച് കൊടുക്കണം. നമ്മളെ എണ്ണ നല്ലതുപോലെ ചൂടായി വരട്ടെ കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നെയ്യപ്പം. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി ഞാനിതിനകത്തേക്ക് ഒരു തവി കോരി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യപ്പം നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാനിതൊന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണയൊന്നും തെറിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. രണ്ടാമതും ഒന്നുകൂടി കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓയിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചുടുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മളുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയി.